തുടങ്ങാം. മുംബൈ കേബിൾ വിഷന്റെ ബിസിനസ് വനിതയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വെസ്റ്റ് മുംബൈയിലെ പോപ്പുലർ റെസ്റ്റോറന്റായി മാറിയ സാറാസ് കോഫി ക്ലബിന്റെ ഉടമയായ സാറയോടൊപ്പമാണ് നമ്മളിപ്പോൾ. സാറയുടെ സ്വകാര്യ വിശേഷങ്ങളിലേക്ക്. സാറയുടെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആവാറായി, കേസ് നടക്കുക. ഓ, പ്രണയവിവാഹമായിരുന്നോ? ഒടുക്കത്ത പ്രേമം. എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത്? എൻ്റെ കോളേജിലൊരു ഫംഗ്ഷന് ഫോട്ടോ എടുക്കാൻ വന്നതാ ജീവൻ. ആ പരിചയം അങ്ങോട്ട് വളർന്ന പ്രേമമായി. പിന്നെ പതിവ് രീതികൾ: ഐസ്ക്രീം പാർലർ, ബസ് സ്റ്റാൻഡ്, പാർക്ക്, പിന്നെ അത് വീട്ടിലറിയൽ, വീട്ടുതടങ്കലിലാക്കൽ, ഒടുവിൽ ഒളിച്ചോട്ടും. ഇതൊക്കെയാണെങ്കിലും വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു. हेलो मैम साहब साहब ഇച്ചിരി കൂടി ലെമണും ജിഞ്ചറും ഉണ്ടെങ്കിൽ क्या मैम കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. क्या बोल रहे हैं मेरे समझ में नहीं आ रहे. कुछ नहीं भाई साहब, इनके पिताजी रसोई में काम करते थे. अच्छा? खाना बनाने की बहुत शौकीन है. രസോയി മേ കാം കർനാ വെച്ചാ കുഷിനി കാരണോ? ഏയ്, എന്റെ അപ്പനെ ദാ ആ കാണുന്നില്ലേ, അതുപോലത്തെ 5 ഹോട്ടൽ ഉണ്ട്, അറിയോ? എനിക്കറിയാലോ, ഞാൻ വെറുതെ ഹലോ, പറഞ്ഞല്ലോ. മേരെ പിതാജി ബഡാ ഹോട്ടൽ കാ ബഡാ ബഡാ ബഡാ. പുള്ളിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പനെ പറ്റി കേട്ടിട്ടുണ്ട്. അറിയാം. വാ, ഈ ഹിന്ദിയൊക്കെ പറയുമ്പോഴാണല്ലേ നമ്മുടെ മലയാളത്തിന്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. ഉവ്വ. ഒരു കണക്കിന് ഇതുപോലൊരു മഹാനഗരത്തിൽ ഒറ്റയ്ക്ക് വന്ന് പെടുന്നത് വലിയ കാര്യമാണ്. ഏത് കണക്കിന്? ഇടി, ഒറ്റയ്ക്ക് വന്ന് പെടുമ്പോൾ നമുക്ക് പരിചയക്കാരും ഇല്ലാതാവുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു തോന്നൽ വരും. അപ്പം നമുക്ക് പരസ്പരമുള്ളൊരു വിശ്വാസം, സ്നേഹം അതൊക്കെയും കൂടും. അത് നേരാ. പക്ഷെ അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും കൂടും. കൂടട്ടെ, അതൊരു സുഖം എടുത്താറാമേ. ഇടി, കേട്ടിട്ടില്ലേ, തണലത്ത് നിന്നാൽ വളരത്തില്ല. കാഞ്ഞിരപ്പള്ളിയിലെ തണലത്തൊന്നും മുംബൈ മഹാനഗരത്തിലെ വെയിലത്തോട്ട് വിധി നമ്മളെ പറിച്ച് നട്ടേക്കുവാ. അപ്പം നമ്മൾ ഇവിടുന്ന് വളർന്നങ്ങ് പൊങ്ങും. ഓ, എനിക്ക് മാനം മുട്ടിയൊന്നും വളരണ്ടെന്നേ. ഒരു കൊച്ചു കോഫി ഷോപ്പ് സ്വന്തമായിട്ട് ഞാൻ പേരും കണ്ടുവച്ചിട്ടുണ്ട്. സാരാ ജീവൻസ് കോഫി ക്ലബ്. എങ്ങനെയുണ്ട് ബിസിനസ്? അപ്പച്ചന്റെ മോള് തന്നെടി. ആട്ടെ, ബോംബെയിൽ ഒരു കോഫി ഷോപ്പ് ഇടാൻ എത്ര രൂപയാവും അറിയാവോ? ഞാൻ ഇട്ടോണ്ട് വന്ന ആ ഡയമണ്ട് നെക്ലസ് മാത്രം ഊരി വിറ്റ എത്ര കിട്ടുമെന്ന വിചാരം? എനിക്കറിയത്തില്ല. എനിക്ക് ആകെയുള്ളൊരു പരിചയം അമ്മച്ചിയുടെ 2 പവൻ വളയാ. അത് തന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് പോട്ട് പറ, എത്ര രൂപ കിട്ടും? 25. 25,000 രൂപയെ? അയ്യടാ, 25 ലക്ഷം. ലക്ഷോ? പിന്നല്ലാണ്ട് അത് സോളിറ്റേറാ മോനെ. ഇനി നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് വിട്ട് പറയണേ. എനിക്കൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വരാത് മതി. അതുപോട്ടെ, ഈ ഡയമണ്ട് നെക്ലസിൽ മാത്രമേ ഉള്ളൂ അതോ അരഞ്ഞാണത്തിൽ വല്ലതും ഉണ്ടോ? ഞങ്ങൾ പുതിയൊരു ലോകത്തായിരുന്നു. പ്രണയവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഞങ്ങളുടെ ലോകം. മെട്രോ സിറ്റിയുടെ തിരക്കിലും ഞങ്ങളുടെ ജീവിതം അങ്ങനെ പറന്നു നടന്നു. ശരിക്കും ഞങ്ങൾ പറക്കുക തന്നെയായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി. കാശിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തിന്റെ ആഘോഷത്തിൽ ഞങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. ജുഹു, ദാദർ, ബാന്ദ്ര, മെട്രോ റെയിൽ, മറൈൻ ഡ്രൈവ്, ലവേഴ്സ് പാർക്ക്, മുംബൈയിലെ ഓരോ ഇടങ്ങളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുമായിരുന്നു. നാട്ടിൻപുറത്തിന്റെ ശാന്തത പോലെ ഈ സിറ്റിയിലെ തിക്കും തിരക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ജീവിതം എത്രയും രസകരമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദേ, ആ വീട് കണ്ട, അതാണ് മന്നത്ത്. വർഷങ്ങൾക്ക് മുമ്പ് പോക്കറ്റിൽ വെറും 50 രൂപയായിട്ട് ഇവിടെ VT സ്റ്റേഷനിൽ വന്നിറങ്ങിയ സാക്ഷാൽ ഷാറൂഖ് ഖാന്റെ വീട്. വെറും 50 രൂപയിൽ നിന്നും 350 കോടി വില വരുന്ന ഈ വീട്ടിലേക്കുള്ള അയാളുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരാളുണ്ട്, ഗൗരി ഖാൻ, അയാളുടെ ഭാര്യ. ഇവിടെ ബാന്ദ്രയിൽ ചായക്കടയിട്ട് കുടുംബം പോറ്റാൻ അയാളോട് പറഞ്ഞില്ല ആ ഭാര്യ. പകരം തന്റെ പാഷൻ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മറ്റൊരു ഗൗരിക്കാനാവാനുള്ള വഴിയാണ് എന്റെ മുന്നിൽ തുറന്ന് മലർന്ന് കിടക്കുന്നത്. ഇതല്ലേ പറയാൻ വന്നേ? എനിക്ക് പുതിയ വഴിയൊന്നും തുറക്കണ്ട, ഉള്ള വഴി അടയാതിരുന്നാ മതി. നിനക്ക് എന്നെ ഇൻസ്പയർ ചെയ്തു റെഡി. നമുക്ക് ഷാറൂഖ് ഖാനെ കാണാൻ പറ്റുമെന്നൊന്ന് ചോദിച്ചാലോ? പിന്നെന്ത് ചോദിക്കാം. ശരിക്കും ഈ ഷാറൂഖ് ഖാന് മലയാളികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. ആ റിമി ടോമിക്ക് എവിടെ കണ്ടാലും പുള്ളി പൊക്കിയെടുത്ത് വട്ടം കിടക്കുന്ന കണ്ടിട്ടില്ലേ? मिस्टर शाहरुख खान नहीं मिल सकते. मिल सकता है? अलाउड नहीं है, किसी को मिलना अलाउड नहीं है. Just आप one. जाइए प्लीज. नहीं जाइए आप. देखो भाई साहब, हम मोहनलाल और मम्मूटी के संस्थान से आता हूँ. नहीं मिल सकते. अरे बोला ना वो नहीं है यहाँ पे, आप मिल नहीं सकते. Just a minute. जाइए, आपको बोला ना. हमारी सम्मतिक्कू. बोला ना आपको नहीं मिल നാളെ सकते. നിന്റെ ഷാറൂഖ് ഖാൻ എന്റെ ഡേറ്റിംഗ് ചോദിച്ചു വരും.
എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? പ്രശ്നങ്ങൾ തുടങ്ങിയത് ജീവിതം തുടങ്ങിയപ്പോഴാ. ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ജീവന്റെ പരിമിതികൾ ജീവൻ അറിയത്തില്ലായിരുന്നു. പിന്നെ മടി, ഉത്തരവാദിത്വമില്ലായ്മ, വീടിനെ കുറിച്ച് ചിന്തയില്ല. ജീവന് പ്രേമിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു, ജീവിതം മനസ്സിലാക്കാൻ പറ്റിയില്ല. ജീവൻ, നീ ഇനി എന്നൊക്കെ പറഞ്ഞാലും നിന്റെ ചായക്കടയിൽ വന്ന് ചായ അടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കോഫി ഷോപ്പിന്റെ ബാധ്യത എത്രയാണെന്നറിയാലോ? 75,000 രൂപ EMI. ഇപ്പൊ തന്നെ 2 മാസം മുടങ്ങി. ജീവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സ്റ്റാഫിനെ പറഞ്ഞേക്കാം, കുറച്ച് തുക സേവ് ചെയ്യാം. വീട്ടുകാരെയൊക്കെ എതിർത്ത് ഓടി വന്നതാ, അവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം. വേണ്ടായോ? അതിനു വേണ്ടി അല്ലയോ നമ്മൾ ഈ ജോഗ്രഫി ചാനൽ മിണ്ടി പോരുത്. നിനക്ക് കല എന്താണെന്ന് അറിയില്ല, നിന്റെ കണ്ണ് കച്ചവടത്തിലാണ്. എന്തെങ്കിലും ആവട്ടെ, ഇനി എനിക്ക് ഈ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാൻ വയ്യ. കോഫി ഷോപ്പിലേക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും, അതിപ്പോ കലയോ കൊലയോ എന്ത്, സീരിയസ് ആയിട്ട് പറയാം. മാസം 35,000 രൂപ എനിക്ക് വേണം, അത് മസ്റ്റാ. ഞാൻ കൊണ്ടുതരാം. ആദ്യത്തെ 3 മാസം ജീവൻ കൃത്യമായി വാക്കുപാലിച്ചു. പിന്നീട് അത് മുടങ്ങിത്തുടങ്ങി. കാശ് പോട്ടെ, ഒരു ആശ്വാസ വാക്ക് പോലും ജീവന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ. പ്രണയവും ജീവിതവും തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷൂട്ടിംഗ് അല്ല, ഫോട്ടോഷൂട്ട്. राखी मल्होत्रा, लोकनवाला. देख कैमरा, लाइट्स, तो फोटोशूट. ഒരു പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള ഫോട്ടോഷൂട്ട് ആയിരുന്നെങ്കിലോ? അല്ല. പിന്നെ ജീവൻ അന്ന് എന്നെ പലവട്ടം വിളിച്ച് ഞാൻ കോഫി ഷോപ്പിൽ ഉണ്ടോന്ന് ഉറപ്പുവരുത്തിയിരുന്നു. സത്യം പറഞ്ഞ അതുകൊണ്ട് തന്നെയാ ഞാനന്ന് ഫ്ലാറ്റ് പോയത്. ഒരു ഭാര്യ എന്തും സഹിക്കും. ഭർത്താവ് ഉഴപ്പനോ ഉത്തരവാദിത്തമില്ലാത്തവനോ ഇനി സാഹചര്യം കൊണ്ട് കള്ളനോ കൊലപാതകയോ എന്തും സഹിക്കും. പക്ഷെ വേറൊരു പെണ്ണിന്റെ കൂടെ പോവാന്ന് വെച്ചാ കുട്ടി ക്ഷമിക്കോ? ചെരുപ്പിനടിക്കും. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. എന്നാന്നറിയാമോ? ചെരുപ്പ് കൊണ്ട് പോലും ആ ശരീരത്തെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കർത്താവ് തമ്പുരാനായിട്ടാ എന്നെ ആ ഫ്ലാറ്റിലെത്തിച്ച. ഏതായാലും തക്ക സമയത്ത് സാറ് ഉചിതമായിട്ടൊരു തീരുമാനം എടുത്തല്ലോ, നന്നായി. അവളുടെ 35,000 രൂപ ഇനിയും കൊടുത്തിട്ടില്ല. അടുത്ത 3 ദിവസത്തിനകത്ത് കൊടുത്തില്ലെങ്കിൽ വലിയ പുലിവാലോ. ഹലോ, അതിന് എന്നെ ഇയാളെ വിളിച്ചത്? നീ ഒന്നും പറഞ്ഞില്ലടേ. ഇയാളെ എനിക്ക് ഒറ്റയ്ക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണ്ടേ? എന്നാ ഇവളുടെ കമ്പനിയുടെ ഒരു ക്യാമ്പയിൻ, അടുത്ത കരീന കപൂർ നടക്കുന്ന മോഡലിന്റെ ഫോട്ടോഷൂട്ടാ. ഇവളുടെ ബോസ് അറിയാതെ ഒരു ഫോട്ടോഷൂട്ട് നിനക്ക് ഒപ്പിച്ചു തരാം. ദേ, അത് ചെയ്ത മിനിമം 10 രൂപയെങ്കിലും നിന്റെ കൈ ഇരിക്കും. ഇവളുടെ ബോസ് അറിയാന്ന് പറയുമ്പോൾ റിസ്ക് അല്ലേ? ഓ, ഇയാളെ വലിയ ഭാരിച്ച കാര്യം അന്വേഷിക്കേണ്ട, ആ റിസ്ക് ഞാൻ ഏറ്റു. ദീപക്ക് ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരു ഫ്ലോറിന് തന്നെ 10,000 രൂപ കൊടുക്കണം. എന്തോന്ന് ഫ്ലോർ അളിയാ, നിന്റെ ഫ്ലാറ്റ് ഇരിക്കല്ലേ, അവിടെ ഒരു വെള്ളമുണ്ട് വലിച്ചു കെട്ടി, അത് തന്നെ സ്റ്റുഡിയോ. അപ്പൊ ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് മോഡൽ അവിടെ എത്തിയിരിക്കും. രാഖി മൽഹോത്ര. Now take some glamorous pictures. ഇവളെന്താ പൊക്കിൾ വെച്ചാണ് അഭിനയിക്കാൻ പോകുന്നത്? ഇവളുടെ ഉദ്ദേശം അഭിനയമല്ല. Now take this. ऐसा नहीं चाहिए, किसकी कोई जरूरत नहीं. क्या कर रहे हो? छोड़ो. സാറേ, ഞാൻ പറയുന്നത് കേക്ക്. സാരി മാറ്റി എന്തിന് സാറാ? പറയുന്ന കേക്ക്. അടയ്ക്കരുത്. ഈ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിലും മുംബൈ കേബിൾ വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച മിസസ് സാറ ജീവന്, സാറ തോമസ്, സാറ തോമസിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. സാറ എന്തൊക്കെയാളിയാ ഈ വിളിച്ചു പറയണത്? നാട്ടുകാർ കാണൂലേ? ഇതിപ്പോ ലോക്കൽ കേബിൾ അല്ലേ, ബോംബെയിലെ കുറച്ച് ഫാമിലീസ് കാണും. എന്നാലും ആ മോഡലിന്റെ കാര്യം സാറ ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കാന്ന് വെച്ചാ. ഡേയ്, നിന്റെ ഫോൺ എന്താ? എന്റെ ചാർജ് പോയി.
ചാർജ് പോവല്ലോ, അതുപോലത്തെ പറച്ചിലല്ലേ അവള് പറഞ്ഞത്. ഹലോ. Hello, is this Sarah's Coffee Club? യെസ് സർ. This is Major Subramaniam calling from Sylvian Heights, Napian Sea Road, apartment 18C. സർ, I want 4 non-veg extravaganza pizzas. 1 second സർ. Yeah, holding. Make it very spicy and topping with cheese സർ. and also 10 chicken burgers. I want it in 1 hour. സർ, Otherwise, think that the order is cancelled. you'll get it before 1 hour, sir. Okay, make it very fast. Thank you. पावर नहीं है मैम साहब, लिफ्ट नहीं चलेगा। पावर नहीं है तो जनरेटर ऑन करो ना. डीजल नहीं है मैम साहब, अब 30 मिनट के अंदर रेडी हो जाएगा। ആ സാറ വരൂ. പിസ്സ. സാറ ടി വി കണ്ടിരുന്നു, പക്ഷെ പിസ്സ പിസ്സ നമ്മൾ ഓർഡർ ചെയ്തില്ലല്ലോ. 18C മേജർ സുബ്രഹ്മണ്യം. இங்கே இருக்கு மேஜர் சுப்பிரமணியம், வாங்கோ. You are 2.5 minutes late. Sir, the order stands cancelled. സാർ അതങ്ങ് താ, ഞാൻ പേ ചെയ്തോളാം. വേണ്ട, ഇത് ഞാൻ താഴെ പോകുമ്പോ ഏതെങ്കിലും ഭിക്ഷക്കാർക്ക് കൊടുത്തോളാം. നീ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ അവന്മാരിത് വായി വെക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ അവന്മാർ മണ്ടയടിച്ച് പൊട്ടിക്കും. ഇപ്പൊ പുച്ചിക്ക് നീ പിസ്സയെന്നും ബർഗർ എന്നൊക്കെ ഉണ്ടാക്കിയതാ. ഈ ഇട്ടിരിക്കുന്ന ഷർട്ടും ജീൻസും ഷൂസും ഒക്കെ അത് മറക്കണ്ട. പച്ചക്കള്ളമാണ് അവൾ പറഞ്ഞത്. ഈ ഷൂസ് ഞാൻ വാങ്ങിച്ചാണ്. എന്നാലും ഇത്രയും വേണ്ടായിരുന്നില്ല ജീവൻ. ഡേയ്, നീ ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് ഒരു 200 കൊടുത്തേക്കണേ. ഞാൻ പറഞ്ഞിട്ട് അവനാണ് പവർ ഓഫ് ആക്കിയത്. നമുക്കിത് ആഘോഷിക്കണ്ടേ? പിന്നെ അപ്പൊ കുപ്പി എടുത്തു പോയി.